welcome back to our channel. പിന്നെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി ചാലഞ്ച് കളർ ഷോപ്പിംഗ് ചാലഞ്ച് പാർട്ട് 2. അതെ ഗയ്സ്, കളർ ഷോപ്പിംഗിന്റെ പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കളർ ഷോപ്പിംഗ് ചാലഞ്ചിന്റെ നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിരുന്നു. ഇതിന്റെ പാർട്ട് 2 വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സും വെച്ച് ചെയ്യണമെന്ന്. അതെ, ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറൈറ്റി കളേഴ്സ് വെച്ചിട്ട് ചെയ്യും. കാര്യം നല്ല നല്ല ഗിഫ്റ്റുകൾ ഇനിയും കിട്ടാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതെ, പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട് പച്ചക്കറി വാങ്ങി പോയാൽ. പക്ഷെ അതെന്താ സംഭവം എന്താ അറിയോ, ഞാന് നമ്മളിങ്ങനെ ഗിഫ്റ്റ് എന്നുള്ളത് അങ്ങനെ ആലോചിച്ചിട്ടില്ല. നമുക്ക് ആ ഒരു ബഡ്ജറ്റിന്റെ ഉള്ളിൽ സാധനം കിട്ടണല്ലോ. പിന്നെ ഞാൻ ചിലപ്പോ അത് വാങ്ങാൻ ചാൻസ് ഉണ്ട്. ഞാനും വാങ്ങും. കഴിഞ്ഞ തവണ കുറച്ച് കൂടുതൽ വാങ്ങിപ്പോയി, അതാ പ്രശ്നം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരുപോലെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാനും പാടില്ല. ഇവര് രണ്ടുപേരും എനിക്കറിയാം ആ ഒരു ഗിഫ്റ്റ് അങ്ങനെ ക്യൂട്ട് സാധനങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ ഞാൻ വളരെ തന്ത്രപരമായിട്ട് പച്ചക്കറികളിലേക്ക് പോയതാണ്. അതെ, പിന്നെ അത് യൂസ് ചെയ്തിട്ട് നല്ല മുല്ലമൊട്ട് പോലെ ഉണ്ട് സല്ലിന്റെ മഞ്ഞ. ഇവിടെ ലൈറ്റുകൾ കുറവാ, സല്ലിങ്ങനെ ചിരിച്ചു നിൽക്കാറ മതി. ഈ ചാലഞ്ച് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഈ ചാലഞ്ചിനെ പറ്റി നമ്മൾ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ 7 കളേഴ്സ് കഴിഞ്ഞ ചാലഞ്ചിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് 7 കളേഴ്സ് ഞങ്ങൾ ഇവിടെ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചൂസ് ചെയ്ത കളേഴ്സ് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്ലൂ, ഗ്രീന്, ബ്രൗൺ, ഓറഞ്ച്, യെല്ലോ, ഗ്രേ, മജന്ത. അതെ, ഈ 7 കളേഴ്സിൽ ഞങ്ങൾ ഓരോരുത്തരും ഓരോ സാധനം വീതം മേടിക്കും. പക്ഷെ മേടിക്കുന്ന സാധനങ്ങൾ ഞങ്ങൾ തമ്മിൽ അറിയില്ല. പക്ഷെ മേടിക്കുന്ന സെയിം ആയി പോവരുത്. ഞങ്ങൾ ആകെ മേടിക്കാൻ പോകുന്നത് ഇൻസ്റ്റാമാർട്ടിന്നും ബ്ലിങ്കിറ്റിന്നും ആണ്. അപ്പൊ കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ കളറുകളിൽ ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ. നമ്മൾ കളേഴ്സ് അടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും വരെ ഒരേ സാധനങ്ങളായിരിക്കും. അതെ, നമ്മളപ്പോ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഹാർപ്പിക്ക് ചൂസ് ചെയ്ത് ഇവിടെ ഹാർപ്പിക്ക് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമ്പനി കിട്ടും, അതായത് സല്ലൂന് കിട്ടും. അപ്പൊ ഞങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ കോമൺ ആയിട്ട് മാക്സിമം ഞങ്ങൾ ഒരേ സെയിം കളറിൽ സെയിം സാധനം ചൂസ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യണം. വളരെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ എന്താ കൂർമ്മ ബുദ്ധിയോടെ ചെയ്യേണ്ട ഒരു ചാലഞ്ച് ആണ് ഗൈസ് ഇത്. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് 1500 തന്നെയാണ് കമ്പനി തന്നിട്ടുള്ളൂ ബഡ്ജറ്റ്. 2000 തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല സാധനങ്ങൾ വാങ്ങിക്കായിരുന്നു. ഓക്കെ, പിന്നെ ഒരു ക്ലാരിറ്റി ഉണ്ട്. ഇതില് ബ്ലൂ എന്ന് പറയുന്നത് സ്കൈ ബ്ലൂ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സ്കൈ ബ്ലൂ അല്ലാത്ത ബ്ലൂ ആണ് ഈ പ്രാവശ്യം വാങ്ങേണ്ടത്. അപ്പൊ ബ്ലൂ, ഗ്രീൻ, ബ്രൗൺ, ഓറഞ്ച്, യെല്ലോ, ഗ്രേ, മജന്ത, അങ്ങനെ 7 കളേഴ്സ് ആണ്. ഓക്കെ, റെഡി? ഓക്കെ, അപ്പൊ നമുക്ക് ഓർഡർ ചെയ്താലോ? ഓർഡർ ചെയ്യാം. ഓരോരുത്തർ ഓരോ സൈഡിൽ ഇരുന്നിട്ട് സാധനങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഒരു സാധനം വെറുതെ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല അത് ഓക്കെ ആണോന്ന്. ഇതാണ് ഞാനിപ്പം കാർട്ടിലിട്ട് വെച്ചത്. നമുക്ക് ഈ സാധനത്തിന്റെ എന്താ ഈ കളറിന്റെ വേറെ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് മാറ്റാം. ഇതിപ്പോ തൽക്കാലം അവിടെ വെക്കട്ടെ. ഇതാണ് കേട്ടോ ഇതിന്റെ റേറ്റ്. അതുകൊണ്ട് ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഇപ്പൊ വെച്ചിട്ടുള്ളത്. ഗൈസ്, ഞാനിപ്പോ ഗ്രേയിൽ കണ്ടുപിടിച്ചത് ഈ ഒരു സാധനമാണ് കേട്ടോ. ഇത് ഞാനിപ്പോ കാർട്ട് ചെയ്ത് വെക്കേണ്ടത് കുറച്ച് വിലയുള്ള സാധനമാണ്. ബാക്കിയുള്ള സാധനങ്ങൾ വന്നിട്ട് നോക്കി നോക്കാം. എനിക്കൊരു സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. ഇത് നോക്ക്. പക്ഷെ ഇതാണ് സംഭവം. നോക്കട്ടെ, ഞാൻ മാക്സിമം ഇത് വാങ്ങാൻ വേണ്ടി നോക്കും. നമുക്ക് ബാക്കിയുള്ള സാധനം കൂടെ നോക്കിയിട്ട് ഇതിനായിട്ട് മാച്ചായി പോണ്ടോ എന്നുള്ളത് നോക്കാം. ഞാൻ ഈ ഇൻസ്റ്റാമാർട്ടിലുള്ള ഓരോരോ കാറ്റഗറീസിലൂടെ കയറി ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഇത്രയും സാധനങ്ങൾ കാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പല പല കളേഴ്സിലായിട്ട്. അപ്പം ഇത് ഞാൻ നേരത്തെ കാണിച്ചത് ഇതാണ്. ഒന്ന് ഞാൻ ബ്രൗണിൽ നോക്കി വെച്ചത് കേട്ടോ. പക്ഷെ അത് കുറച്ച് വില ഉണ്ട്, അതുകൊണ്ട് ഞാനത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രൗണിൽ ഇതും ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ബ്രൗൺ ആണ്. ഒരു ബ്രൗൺ എന്നാണ് പറഞ്ഞത് കേട്ടോ, ബ്രൗൺ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രൗണിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കളറിൽ ഇത് ഞാൻ കാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഒക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് ഗൈസ്, കഴിഞ്ഞ തവണത്തേലെക്കാട്ടും. മജന്ത കളറിൽ ഞാനിപ്പോൾ കാണിച്ച ഇതും ഇതൊക്കെ ഞാൻ മജന്ത തന്നെയാണെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അതും പിന്നെ ഈ ഫസ്റ്റ് കാണിച്ച ഇതുമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. യെല്ലോയില് ഞാനിപ്പോ ഇതാണ് കണ്ടുവെച്ചത്. ഇതിന് കുറച്ച് വില ഉണ്ട് ഗൈസ്. ഏതായാലും കാർട്ടിൽ ആഡ് ചെയ്ത് അവസാനം പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് ചെറുത് ഓർഡർ ചെയ്യട്ടോ. ഗൈസ്, ഗ്രീനിൽ ഞാൻ ഇത് ചൂസ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്, എന്നാലും എനിക്കിത് വേണമെന്നൊരു ആഗ്രഹമുണ്ട്. മാക്സിമം ഞാനിത് വാങ്ങാൻ നോക്കും കേട്ടോ. ബാക്കിയുള്ളവരുടെ മുകളിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. കിട്ടിയിട്ടില്ല. അതെ, ഞങ്ങളെ കയ്യിലേക്ക് കിട്ടിയില്ല. അത് വാങ്ങി വെച്ചതാണ് ഗൈസ്. ഒരു 5 ബ്ലിങ്കിറ്റിന്റെ ആൾക്കാരെല്ലാരും കൂടെ വന്ന് പല പല ദിക്കുന്ന ആൾക്കാർ വന്നിട്ട് സാധനങ്ങൾ തരുന്നു. കാരണം ഇത്തവണ ബ്ലിങ്കിറ്റ് മാത്രമല്ല, ഇൻസ്റ്റാമാർട്ട് കൂടെ ആണല്ലേ, ഞാൻ ബ്ലിങ്കിറ്റ് മാത്രമാണ് യൂസ് ചെയ്തത്. അപ്പൊ നമുക്ക്
അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? അന്ന് ഇങ്ങനെയല്ലേ തുടങ്ങി, ഇന്ന് ഇങ്ങനെ പോവാ. അതാണല്ലേ അല്ല അതുകൊണ്ടല്ല, ഞാൻ അല്ലാതെ പറഞ്ഞു. എടുത്തു വെക്കാൻ എനിക്കറിയാം. കഴിഞ്ഞ തവണ എങ്ങനെയാ പോയത് വെച്ചാല് ഞാൻ ഷാമിക്ക്, ഷാമി അഞ്ചിക്ക്, അഞ്ച് ഇരിക്കുകയാണ്. പക്ഷെ ഇത്തവണ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അഞ്ച് ഷാമിക്ക്, ഷാമി ഇരിക്ക്, ഞാൻ അഞ്ചിക്ക്. ഈ രീതിയിലാണ് നമ്മള് പോണത്. ഞാൻ തന്ന സാധനങ്ങളെല്ലാം ഉണ്ടോ ഞാൻ നോക്കട്ടെ. നോക്കിക്കോ. കനുണ്ട് നേന്ത്രപ്പഴം ഇരിക്കും. അല്ല ബ്രൗണി ഞാൻ നോക്കട്ടെ. എന്താ അതൊരു സാധനമുള്ളൂ, 7 കളറുണ്ട്. ഒക്കെ ഉണ്ടാവുമായിരിക്കും. ഒരു സാധനം നോക്കട്ടെ. കുഴപ്പമില്ല, എവിടേക്ക് പാടിയ പോലെ തോന്നൽ. നമ്മൾ തുടങ്ങുന്നത്. ഏത് കളർ ചൂസ് ചെയ്യണം? ഫസ്റ്റ് നീ പറഞ്ഞോ. കഴിഞ്ഞ പ്രാവശ്യം ഞാനാ തുടങ്ങിയത്. ഓക്കെ, ഞാൻ പറയാം. ഗ്രീൻ. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഗ്രീൻ ഇല്ലായിരുന്നു guys. അപ്പൊ ഇത്തവണ നമ്മള് ഗ്രീൻ വെച്ച് തുടങ്ങുന്നു. ഇങ്ങോട്ട് നോക്കിയതാ. അല്ല, എനിക്ക് കുറച്ച് സമയം വേണം. ഇത് കുറച്ച് ഇതാക്കി എടുക്കാനൊക്കെ കേട്ടോ. സോർട്ട് ചെയ്തെടുക്കാനുണ്ട്. എന്റെ ഗ്രീൻ ഇല്ലേ? അതല്ലോ എന്താ കൊടുക്കുന്നേ? ഞാൻ നോക്കിയതല്ല. ആരും മുളകായിട്ട് വരണ്ട കേട്ടോ. മുളക് എനിക്ക് സ്വന്തമാണ്, പച്ചക്കറി എനിക്ക് സ്വന്തമുള്ളതാണ്. ഓക്കെ, റെഡി? 3, 2, 1, ഗോ. എനിക്ക് ബോഡി വാഷ് നല്ല രസമുണ്ട് ഗൈസ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഇതെനിക്ക് ബോഡി വാഷ് ആട്ടോ കിട്ടിയത്. താങ്ക് യു. എനിക്ക് വർത്താനം പറയാൻ ഇപ്പൊ തന്നെ നോക്കണം. എനിക്ക് കിട്ടിയത് നോക്ക്. എനിക്ക് മറ്റേ ജ്വല്ലറി ബോക്സ് അല്ലേ, ഇതെനിക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനം എടുത്തത്. നന്ദിയൊന്നും വേണ്ട. നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടമായി. വെച്ചിട്ട് അതങ്ങനെ വെക്കാനല്ല, ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കുറെ നമുക്ക് കമ്മലുകൾ എന്തെങ്കിലും ഇടാം, ഇവിടെ അല്ലാത്ത സാധനങ്ങൾ ഇടാം, ഇവിടെ എന്തെങ്കിലും കൊളുത്തിടാം. എന്നിട്ട് ഇത് ഇങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ സിപ്പ് ഇടാം. ഞാൻ ബോഡി വാഷ് വാങ്ങണം മനസ്സറിഞ്ഞു വാങ്ങി. ഈ കാക്ടസ് ആണ് ഗൈസ് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്. ഡാൻസിങ് കാക്ടസ് ആണ്. ഇതൊന്നും ചാർജിൽ കുത്തി തരും. അത് ചിലപ്പോ ഓണാക്കി, ചിലപ്പോ ചാർജ് ഉണ്ടെങ്കിൽ ഇല്ല, അതാവണില്ല. അടിയിൽ ഓണാക്കണ്ടായിരുന്നു. നോക്ക്. ഹായ്. അയ്യോ, ആരോ പറയുന്നു. ഹലോ. കുറച്ചിളക്കം കൂടുതലാണ്. ഹലോ, സംസാരിച്ചു. ഹലോ. ഹായ്. ഹായ്. സുഖമാണോ? സുഖം ആണോന്ന്? ആണോന്ന്? അല്ല, അവിടെ ഇത്രയും ചിരിച്ച ചിരിയാ പോയി ചിരിച്ചത്. എനിക്ക് നിന്നെ ഇഷ്ടായിട്ടോ. ഇതിലിപ്പോ ഈ സാധനം ശ്രീ അഞ്ചിക്ക് കൊടുത്തു, അഞ്ചി എനിക്ക് ഇത് തന്നു, ഞാൻ ഇത് ശ്രീക്ക് കൊടുത്തു. നല്ല ഇൻട്രസ്റ്റിംഗ് സാധനം, നല്ല ക്യൂട്ട് വോയിസ്. നല്ല രസമുണ്ട്. ഗൈസ്, ഇതിനെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാം അടുത്ത റൗണ്ട് പോവാം. അപ്പൊ ഗൈസ്, നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം.
യെല്ലോ യെല്ലോ ഗ്രീൻ യെല്ലോ അങ്ങനെ ഇവിടെ നിങ്ങളൊക്കെ എടുത്തിട്ട് എനിക്കിതൊന്ന് കുറച്ച് സമയം വേണമായിരുന്നു ഓ എടുത്തോ, ഞാൻ ഇതിന്റെ ഉള്ളിൽ തലയിട്ടിട്ട് എടുക്കാം. ശ്രീ ഒന്നും ഉണ്ടാക്കിയിട്ടാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മാഗി ആ കൊടുത്ത മാഗി കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടത്. ഓക്കെ റെഡി 3 2 1 ഗോ. മഞ്ഞ കളറിലാക്കി വെച്ചിട്ട് ഞാൻ അവിടെ വെക്കാനുള്ള തീരുമാനമായിരുന്നു. അൽഫോൺസോ മാംഗോ ഐസ്ക്രീം അല്ല അത് അതിന്റെ അതായത് എങ്ങനെ അനക്ക് എന്താ വെച്ചാല് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്തിട്ട് ലൈറ്റ്സിന് വേണ്ടിനു മഞ്ഞ കുഞ്ഞു കുഞ്ഞു ബൾബുള്ള ലൈറ്റ് നല്ല രസമുണ്ട്. താങ്ക് യു. എനിക്ക് കിട്ടിയത് അൽഫോൺസോ മാംഗോന്റെ ഐസ്ക്രീം ആണ്. താങ്ക് യു. മഞ്ഞ കളർ മഞ്ഞ കളർ വാമ് വാമ് വാമാണ് ഞാൻ ഉദ്ദേശിച്ചത് മഞ്ഞ കളർ. അടി അങ്ങനെ അടിക്കട്ടെ അടി അവിടെ വെച്ചാ തൊടണ്ട ഇനി അവിടെ നല്ല സാധനങ്ങള് എനിക്ക് നല്ല ഭംഗിയുള്ള 2 കിടില സാധനങ്ങളായിട്ട് ഇതിലെനിക്ക് ഈ ലീവ്സും ഈ ലൈറ്റ്സും വളരെ യൂസ്ഫുൾ ആണ്. ലൈറ്റ്സ് ഞാൻ വാങ്ങണം വിചാരിച്ചു. അതെന്തായാലും ഇപ്പൊ കിട്ടിയോണ്ട് നോക്ക്. പക്ഷെ മഞ്ഞ ലൈറ്റ് ഈ ലീഫിന്റെ അത് വിട്, ഈ മഞ്ഞാണ് എന്റെ മെയിൻ സാധനം. ഇതിലെ മഞ്ഞയാണ് മഞ്ഞ. ശ്രീക്ക് വാങ്ങിയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം. ഓ എല്ലാവർക്കും കൂടെ കഴിക്കാം. തൽക്കാലം ഇപ്പൊ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ലാസ്റ്റ് കഴിക്കാം. അടുത്ത കളർ തീരുമാനിച്ചാലോ? അടുത്ത കളറ് എന്റെ അഭിപ്രായത്തില് മജന്ത. മെജന്ത. ഓക്കെ മജന്ത മജന്ത. ഓക്കെ. ഞാനൊന്ന് തപ്പിയിട്ട് വരാം. ഇത്തവണ ഇതുവരെ 2 റൗണ്ട് ആർക്കും സെയിം ആയിട്ട് പോയില്ല. കമ്പനിക്ക് സാധനം പോയിട്ടില്ല. അങ്ങനെ ഒരു വിഷമല്ല. നീ കൊറേ ഉണ്ടാക്കിയല്ലേ കഴിഞ്ഞ തവണ അവിടെ ഒന്നോ അല്ല അവിടെ നിൽക്കുക ഏതെങ്കിലും വരുമോ വരുമോ. എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാധനമായതുകൊണ്ട് ഞാൻ ഇപ്പോഴേ കൈയിട്ട് എടുക്കുന്നില്ല ഗൈസ്. ഓക്കെ റെഡി അല്ലേ? 3 2 1 ഗോ. അഞ്ചിക്ക് എന്തോ വലുതാ അഞ്ചി. ഇത് ഓറഞ്ചല്ലേ? അല്ലോ അഭിരാമനോ ഇത്? മൈസൂർ പാക്ക്. ഇത് മജന്ത കളറിലുള്ള ബോക്സിലെ മൈസൂർ പാക്ക് ഗൈസ്. ഇത് ബുക്കാണ് ഗൈസ്. നല്ല ബുക്ക് ഗൈസ്. നല്ല വരവരെയൊക്കെ ഉള്ള ബുക്ക്. ഇന്റത് വലുതെന്തോ ആണ് guys. ഇത് ഒരുപാട് പെട്ടിയാണെന്നാണ് എനിക്കും തോന്നുന്നത്. ബാഹുബലി പെട്ടിയാന്ന് തോന്നുന്നത്. എനിക്ക് ഇതിൽ ഓരോന്ന് എഴുതാ ഗൈസ്. ശ്രീക്ക് 2000 ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നോ? എനിക്ക് കറക്റ്റ് 1500 നിന്ന് കേട്ടോ. ഞാൻ ആ ഒരു കറക്റ്റ് ബഡ്ജറ്റ് ഫുള്ള് യൂസ് ചെയ്യുന്നു. എന്റെ 1500 ആയില്ലല്ലോ. എന്റെ 1500 ആയില്ല. 1200. എന്റേത് 1200 ഉള്ളിലായത്. ഓക്കെ ഗൈസ്, ഞാൻ എന്റെ മജന്ത പെട്ടി അൺബോക്സ് ചെയ്യാൻ പോവാണ്. അതിന്റെ ഉള്ളിൽ മജന്ത കളറിൽ തന്നെ സാധനങ്ങളുണ്ട്. മജന്ത കാണുമ്പോ സാധനം ഉണ്ട്. എനിക്കിത് മതി. ഒന്നും തരില്ല. ഇത് റോയൽ പട്ടി സോറി സോൻപാപ്പടി പോലത്തെ സാധനം. അതെന്തായിരിക്കും ഉദ്ദേശിച്ചത്? തുറന്നു നോക്കട്ടെ. സോൻ പാപ്പടിയാന്ന് തോന്നുന്നു. അതുപോലത്തെ സാധനമാണ്. പിന്നെ എന്തോ മിക്സ്ചർ പറഞ്ഞെടുക്കട്ടെ. മിക്സ്ചർ വെറൈറ്റി കുറെ സാധനങ്ങളാ ഗൈസ്. അതൊക്കെ ഞാൻ കാണിച്ചെന്നാലേ ഇപ്പൊ റെഡി ആവുള്ളൂ. ഇത് സോൻ പാപ്പടിയാണ് ഗൈസ്. ഹായ്. അത് പൊളിക്കാൻ കുറച്ച് പണിയാണ്. നമുക്ക് അങ്ങനെ നിരത്തി വെക്കാം എന്തൊക്കെ സാധനങ്ങള്. പിന്നെ ഇത് മറ്റേ കുർക്കുറെ പോലത്തെ ഒരു സാധനം. ഇത് എന്താ പറയാ, ടേസ്റ്റി സ്പൈസി കോട്ടഡ് പീനട്സ്. കോട്ടൺ പീനട്സ്. ഇത് മിക്സ്ചർ അല്ലേ? ഇത് മിക്സ്ചർ. ആ ക്രഞ്ചി മൈൽഡ് മിക്സ് ഓഫ് കോൺഫ്ലേക്സ്, റൈസ്, ചിപ്പി ഒക്കെ ഉള്ള. ഇതും മറ്റേ എന്താ പറയാ ലെമണിന്റെ ഫ്ലേവർ വരുന്ന വെറൈറ്റി എനിക്ക് മൈസൂർ പാക്ക് ആണ്. അതിന്റെ ഉള്ളിൽ അത് മജന്തയല്ല, പക്ഷെ പെട്ടി മജന്ത. പക്ഷെ നമ്മൾ കോയിൻസിഡൻസിൽ വാങ്ങിയത് 2 പേര് സ്വീറ്റ്സ്. അതെ, സ്വീറ്റ്സ് ആണ് വാങ്ങിയത് ഗൈസ്. നല്ല അടിപൊളി മൈസൂർ പാക്ക് ആണ്. നല്ല സോഫ്റ്റ് മൈസൂർ. ഭയങ്കര പാക്കിംഗ്. എനിക്കത് ഇഷ്ടായോ? ഇഷ്ടായി. നല്ല രസമുണ്ട്. എനിക്ക് ഇങ്ങനെ രാത്രി എത്ര ബുക്ക് കിട്ടിയാലും മതിയാവില്ലല്ലോ. ബുക്കുകൾ ഇങ്ങനെ കാണുമ്പോ രസമാണ്.
ഇത് ഇങ്ങനെ നമുക്ക് ഈ പീസ് എടുക്കാം ഗൈസ്. ഇത് മൊത്തം കിട്ടിയ നല്ല ഗീപ്പാക്കാ. ഈ ഒരു പീസ് അടിഞ്ഞു പോകുന്നില്ലേ? മെൽറ്റ് ഇൻ യുവർ മൗത്ത്. സൂപ്പർ, ഭയങ്കര കിട്ടുന്ന ഓക്കെ, ഇനി guys നമ്മൾ അടുത്ത കളർ ചൂസ് ചെയ്യാൻ വേണ്ടി പോണ്. അടുത്ത കളർ പൊട്ടിയതുകൊണ്ട് കളർ ഏതാ പറഞ്ഞ് ഞാൻ താഴെ എടുത്തു നോക്കാം. ബ്ലൂ. ബ്ലൂ. ഓക്കെ, ഇന്റെ കിട്ടി. അല്ല ഗ്രേ. ബ്ലൂ. ഗ്രേ. ഗ്രേ. സോറി, ബ്ലൂ. ഓക്കെ, റെഡി. തുറക്കട്ടെ. 3 2 1 ഗോ. എനിക്ക് തോന്നി ബ്ലൂ എന്ന് പറഞ്ഞ സമയത്ത് ഇവരെങ്ങാനും ഈ ഡയറി മിൽക്ക് വാങ്ങുന്നു. അതുകൊണ്ട് ഞാൻ കമ്പനിക്കൊന്നും ഇല്ലാലോ, വിഷമം അതിൻ്റെ ഉള്ളിൽ കൊണ്ടേക്കാ ഇതിരിക്കല്ലേ സത്യം പറഞ്ഞാലും ഞാൻ ബാക്കിയുള്ളവരൊക്കെ അത്യാവശ്യം കുറച്ച് പൈസ ആവുമല്ലോ. അത് ഈ ഒരു സാധനത്തിൽ ചുരുക്കാൻ പറ്റുള്ളൂ എന്ന് വിളിച്ച് ചുരുക്കിയതായിരുന്നു പൈസ കുറച്ചുള്ള വാങ്ങിയതാ. ബാക്കിയുള്ള നല്ല പൈസ ഞാനെന്ത് സംഭവിച്ച നല്ല സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇനി സാധനങ്ങൾ വരാനുണ്ട്. ഇതൊക്കെ നല്ല തന്നെയാണ്. അപ്പൊ ഒരു സാധനം ഞാൻ വിചാരിച്ചു ഒന്ന് ചെറുതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെറുത് വാങ്ങിയത്. അത് എനിക്ക് കിട്ടിയില്ല. ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾ ഡയറി മിൽക്ക് കിട്ടണ്ടേന്, അത് പോയി. അതെ, ഇനി പെട്ടെന്ന് കഴിഞ്ഞു പോയി. ഗ്രേ. ഗ്രേ കുറച്ച് വലിയ സാധനം, നിങ്ങൾ ഒന്ന് സഹിക്കണം തന്നെ, കുറച്ച് കണ്ണടയ്ക്കണം. ഞാൻ റെഡിയാ, നിങ്ങൾ റെഡിയാ? റെഡി. ഓക്കെ, 3 2 1 ഗോ. ഇത് ഗ്രേ കളർ ഹസ്കി. നല്ല രസമുണ്ട്. എനിക്ക് നല്ല കിടില സാധനങ്ങളാണ് കിട്ടുന്നത്. എനിക്ക് നല്ല മാറ്റാണ് കിട്ടിയത്. ഇത് ഏതാ സൈസ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. പക്ഷെ ഈ സൈസ് ബക്കറ്റ് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. പക്ഷെ നല്ല ബക്കറ്റ് ആണ്, നല്ല ക്വാളിറ്റി. 7 ലിറ്ററാ? 7 ലിറ്ററിന്റെ എന്തായാലും ഒരു വെറൈറ്റി ബക്കറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. കൂടെ പറഞ്ഞു. ഞാൻ കള്ളത്തരം പറയാന്ന് വിചാരിക്കരുത്. ഞാൻ മാറ്റ് വാങ്ങണം വിചാരിച്ചു. എന്റെ ഒരു മനസ്സ് നോക്കണേ, ഞാനൊക്കെ അതിനനുസരിച്ച് അങ്ങോട്ട് വാങ്ങി 5 മാറ്റ് വാങ്ങി തന്നു. താങ്ക് യു. എനിക്ക് നല്ല ഭംഗിയുള്ള നമ്മള് പണ്ടൊക്കെ കാണുന്നൊരു ടൈപ്പ് നല്ല ഭംഗിയുണ്ട് guys. നല്ല ഒരു ആഷ് കളറും വൈറ്റും കൂടി ഉള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹസ്കി. ഇതിങ്ങനെ ഇരിക്കുന്നതാ. അതിന്റെ പറഞ്ഞ നല്ല സോഫ്റ്റ് കിടില സാധനങ്ങളാണ് എനിക്ക് കിട്ടിയത് ഇപ്രാവശ്യം മൊത്തം. അല്ല, എനിക്കതിപ്പോ വീട്ടിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം മാറ്റ്. ഞാനിവിടെ റൂമിൽ അവിടെ വെച്ചിട്ടാ ഞാന് മാറ്റ്, ബോഡി വാഷ്, ബൾബ്, ബുക്ക്. എനിക്ക് ഭയങ്കര വെറൈറ്റി സാധനങ്ങളാണ്. എനിക്ക് സ്റ്റേഷനറി ഉണ്ട്, പിന്നെ ഫുഡിന്റെ ഐറ്റംസ് ഉണ്ട്, അല്ലാതെ റൂമിലേക്ക് ഉപകാരമുള്ള സാധനങ്ങളുണ്ട്. മൊത്തം മിക്സ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സെലക്ഷൻ ആയിരുന്നു അല്ലേ? നല്ല സെലക്ഷൻ ആയിരുന്നു. ഇപ്രാവശ്യം അധികം കോമൺ ആയിട്ടുള്ള സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ ആകെ 2 റൗണ്ടും കൂടി വളരെ ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്തതിന്റെ റിസൾട്ട് ഇപ്പൊ കിട്ടാൻ തുടങ്ങിയത് തോന്നുന്നു. ബ്രൗൺ വേണോ ഓറഞ്ച് വേണോ? ഓറഞ്ച്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഞാൻ തരാൻ വേണ്ടി പോകുന്നത്. ശ്രീക്ക് വേണ്ടി തരാൻ വേണ്ടി പോകുന്നത്. പേടിക്കണവേ ആയില്ലേ? ഓക്കെ, റെഡി? 3 2 1 ഗോ. പക്ഷെ ഇത് നോക്കുക, ഇത് 5K കത്രിക. അഞ്ചിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇത് എന്റെ ഫേവറേറ്റാ. അവിടെ വെച്ചിരുന്ന ഒന്ന് തിന്നിട്ടുള്ള ബാക്കി കാര്യമുള്ളൂ. ഇതിക്ക് ഇപ്പൊ തന്നെ തിന്നണം, അല്ലാതെ ശരിയാവില്ല. എനിക്ക് കത്രികയാണ് കിട്ടിയത്. ഓറഞ്ച് കളർ കത്രികയാണ് ഷാമിക്ക് കിട്ടിയത്. ഉപയോഗല്ലേ? ഉപയോഗമുണ്ട്, ഇപ്പൊ തന്നെ ഉപയോഗമുണ്ട്. ഇത് ഞാൻ മുറിച്ചു പോയി. എനിക്ക് ആർത്തി കൂടുതലായോണ്ട് ഞാൻ കത്രിക കിട്ടിയ സ്ഥിതിക്ക് ഇതിനെ മുറിച്ചിട്ട് ഞാൻ അയ്യോ, ഇതൊക്കെ പറ്റിയ പുളിയാണ്. എനിക്ക് ഇത്രയും പുളിയല്ലോ, പുളി പറ്റൂല. ഞാൻ ആ കത്രിക മുറിച്ച്. അതെ, ഇത്രയും പുളിയുള്ള പുളി പറ്റില്ല. പല പല പുളിയുള്ള പുളി ഉണ്ട് ഗൈസ്. ഇത് കുറച്ച് പുളി കൂടിയ പുളിയാണ് അല്ലേ? ഈ സാധനം ഇപ്പൊ ഈ ഷാമിക്കാണെങ്കിൽ 5
ഗൈസിക്കാണെങ്കിൽ ഇത് ഇഷ്ടമാവും എന്നുള്ള എനിക്ക് ഉറപ്പായിരുന്നു. അതിനോട് ഓറഞ്ച് കോൺഫിഡന്റ് ആയിട്ട് ഞാൻ എടുത്ത സാധനമാണത്. ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ വരുമ്പോ അതുപോലെ സാധനം വാങ്ങും. ഇത് പാക്കറ്റിലല്ല, ഇവിടെ മാത്രം കവർ ചെയ്തിട്ടുള്ള സാധനല്ലേ പണ്ടത്തെ ക്ലിയർ ചെയ്തിട്ടുള്ള. ഇനി ഗൈസ് നമുക്ക് ലാസ്റ്റ് ബ്രൗൺ കളർ മാത്രമാണ് ഇനി റൗണ്ട് ബാക്കിയുള്ളത്. അതിൽ ഇന്റെ ബ്രൗൺ കളറിൽ എനിക്ക് എന്തോ ഒരു പേടിയാവുന്നുണ്ട്. കാര്യം ഇത് ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ബ്രൗൺ ആയിരുന്നു, ഇത് ലൈറ്റ് ബ്രൗൺ ആയിട്ട് നമുക്ക് കൂട്ടാം. ഓക്കെ, എന്റെ ബ്രൗൺ കളർ കമ്പനിക്ക് പോവാഞ്ഞാ മതി. അമ്പിനിക്ക് പോകില്ല, അമ്പിനി വേണ്ട കളിക്കല്ലേ വിഷയാപ്പത്. ഓക്കെ റെഡി. ഇന്ത്യ അനക്ക് ഈ സാധനം കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല, കമ്പനിക്ക് കിട്ടിയിട്ട്. ഓക്കെ ആ റെഡി അല്ലേ? എല്ലാവരും റെഡി അല്ലേ? Ready. 3, 2, 1 go. ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്. ഇത് ലൈറ്റ് ബ്രൗൺ അത്. എനിക്ക് നല്ല കങ്കാരുവിനെ കിട്ടി. ഇത് പക്കാ ബ്രൗൺ, ഇതിലൊന്നും നോക്കാനില്ല. കങ്കാരുവിനാ കിട്ടിയത്. കങ്കാരുവിന്റെ കുട്ടി. കങ്കാരുവിന്റെ കുട്ടി കണ്ടോ, കത്തിരി കാണുന്നോണ്ട് എന്തോ ഇപ്പൊ തന്നെ ഉപകാരങ്ങൾ തുടങ്ങി. എന്നിട്ട് എന്തൊക്കെ കിട്ടി നീല എഴുതി വെക്ക ഷാമി. എന്നിട്ട് ഈ കിട്ടിയ സാധനം ഈ ലൈറ്റ് ഇട്ടിട്ട് തൂക്കി കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു സ്റ്റോറി അങ്ങോട്ട് പറഞ്ഞു. അതായത് അത് തിന്നിട്ട് പോയിട്ട് ഇപ്പൊ കുളിച്ചു വന്നിട്ട് കിടന്നുറങ്ങാൻ അതെ അതെ അതെ. അതിന്റെ ബാക്കിയാ. അത് ബ്രൗൺ അല്ലേ പിന്നെ? കങ്കാരു ഇങ്ങനെ നിൽക്കുന്നു, അതിന്റെ സഞ്ചിയിൽ കുട്ടി. ബ്രൗൺ ബ്രൗൺ വേണമെങ്കിൽ നമുക്ക് ബാക്കിലുണ്ട്. നല്ല ഭംഗിയുണ്ട് guys. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ആ ഷാമിന്റെ ബെഡിലേക്ക് ഒരാളും കൂടി ഇപ്പൊ രാത്രി ആകുമ്പോ ഞാൻ എല്ലാവരും ഇതിനടുത്ത് പുറത്തിടും, എന്നിട്ട് ഞാൻ ബെഡിൽ കിടക്കും. ഇതിൻ്റെത് എന്താണ് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ആണ് ഗൈസ്, ബ്രൗൺ കളറിന്. അങ്ങനെ ഗൈസ് കൈ നിറയെ ഒരു ലോഡ് സമ്മാനങ്ങളും എന്താ പറയാ ഗിഫ്റ്റുകളും ഒരുപാട് സാധനങ്ങളായിട്ടാണ് ഞങ്ങൾ ഈ റൗണ്ട് ചാലഞ്ച് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അതെ, എനിക്ക് ബോഡി വാഷ് കിട്ടി പച്ചയില്. എനിക്ക് ഒരു ജ്വല്ലറി ബോക്സ്. എനിക്ക് പച്ചയില് നല്ല അടിപൊളി ഡാൻസിങ് മറ്റേ കാക്ടസിനെ കിട്ടി. ഡാൻസിങ്ങും ടോക്കിങ്ങും ഭീഷണിയൊക്കെ ഉണ്ട് മുമ്പില്. പിന്നെ യെല്ലോയില് എനിക്ക് ഈ ഡെക്കോർ ഐറ്റംസ് കിട്ടി, റൂമിലേക്കുള്ള ലീവ്സും കാര്യങ്ങളൊക്കെ കിട്ടി. ലീഫ് ആണെങ്കിൽ പച്ചയിലേക്ക് നമുക്ക് കൂട്ടാം, അപ്പൊ പിന്നെ അതും എടുക്കാലോ. എനിക്ക് ഏതായിരുന്നു മഞ്ഞല്ലേ പറഞ്ഞേ? എനിക്ക് മഞ്ഞൾ നല്ല ഐസ്ക്രീം ഇത് ഞാൻ കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. എനിക്കെന്താ മഞ്ഞ കിട്ടിയത്? ഇതാണ് എനിക്ക് മഞ്ഞ കിട്ടിയത്. പിന്നെ പോയി മഞ്ഞയിൽ കിട്ടിയത്. എനിക്ക് ഇതാ മജന്തയില് ഒരു ബുക്കാണ് കിട്ടിയത്. എനിക്ക് മജന്തയില് മജന്ത അവിടെ ഇങ്ങനെ മജന്ത ചോട്ട ഇതൊന്നും. ഇവിടെ പിങ്ക് ഉണ്ട്, ഇവിടെ മജന്ത ഉണ്ട്, പിന്നെ അതിന്റെ പിങ്ക് ഉണ്ട്, പിന്നെ ഗ്രീൻ ഉണ്ട്. മജന്തല്ലേ അല്ല മജന്ത ഇതിലൂടെ പോണ. അല്ല ഇത് മജന്തയായിട്ട് കൂട്ടാം. അത് മജന്തന്റെ ഷെയ്ഡാണിത്. അതെ മജന്ത ആണിത്. എനിക്ക് മജന്തയില് വലിയൊരു പെട്ടിയില് ഒരുപാട് സ്നാക്സുകളാണ് ഗൈസ് കിട്ടിയത്. അത് അഞ്ചിക്ക് ഒരു 1.5 ആഴ്ച എടുത്ത് വെച്ച് കഴിക്കാൻ മാത്രം ഇഷ്ടംപോലെ കഴിക്കാം. പിന്നെ ഗ്രേ കളറിൽ എനിക്ക് ഈ ഹസ്കിന് കിട്ടി. പിന്നെ ഗ്രേ കളറിൽ എനിക്ക് മാറ്റ് കിട്ടി. ഗ്രേ കളറിൽ എനിക്ക് ബക്കറ്റ് കിട്ടി. ആ ബക്കറ്റിൽ ഇട്ട് തിരുമാൻ വേണ്ടിട്ട് ഓറഞ്ചിൽ ശ്രീക്ക് ഞാൻ പൗഡർ കൊടുത്തിട്ടുണ്ട്. മറ്റേ തൈഡ് തിരുമ്പാനുള്ള പൗഡർ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇമിലി കിട്ടി ഓറഞ്ചില്. അണക്ക് കത്രിക. എനിക്ക് കത്രിക കിട്ടി. അല്ല കമാര് ഓറഞ്ച് അല്ല, ഇത് ബ്രൗൺ ആണ്. ഇത് ബ്രൗണിന്റെ ഷെയ്ഡാ. പേസ്റ്റൽ ബ്രൗൺ എന്നൊക്കെ പറയും. ഇപ്പോഴത്തെ ശല്യം ചിലപ്പോൾ അറിയണമെന്നില്ല, അതാണ് സംഭവം. എനിക്ക് ബ്രൗൺ കളറില് ബ്രൗണിയാണ് കേസ് കിട്ടിയത്. എനിക്ക് ബ്രൗൺ കളറില് ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്. സിബ് ഉണ്ടോ? കറക്റ്റ് ബ്രൗൺ. ഓക്കെ, എനിക്ക് ബ്രൗണില് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയ. ബ്ലൂല് അത് കമ്പനി എടുത്തു. തോറ്റ് തുന്നം പാടി ഒന്നും കിട്ടിയില്ല, അത് മാത്രമേ കിട്ടിയുള്ളൂ. ഇതിനൊരു കണ്ണുണ്ട് പക്ഷെ തരില്ല, അത് ബ്രൗൺ ആണ്. അതെ, അപ്പൊ ഗൈസ് ഇനി പാർട്ട് 3 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ എല്ലാവർക്കും ഇപ്രാവശ്യം കുറെ സാധനം കിട്ടും. കാര്യം കൂടി പറയട്ടെ, പാർട്ട് 3ലേക്കുള്ള കളർ നിങ്ങൾ പറയണം. ഞങ്ങൾ കളറില്ല, അതുകൊണ്ടാണ്. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതൊരു ദിസ് ഇസ് ശ്രീലക്ഷ്മി, ദിസ് ഇസ് ഷാമിയ, ദിസ് ഇസ് സഞ്ജിത. സൈനിങ് ഓഫ്.